മറ്റൊരു വാർത്തയിലേക്ക്. ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്റർ കേസിൽ നടൻ അല്ലു അർജുനെ തെലങ്കാന പോലീസ് ഇന്ന് ചോദ്യം ചെയ്യും. നേരിട്ട് ഹാജരാകാൻ ഇന്ന് നടന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് നടന് നേരത്തെ കസ്റ്റഡിയിൽ എടുത്തിരുന്നുവെങ്കിലും ഹൈക്കോടതി ജാമ്യത്തിൽ വിടുകയായിരുന്നു. അതിനിടെ അല്ലു അർജുന്റെ സിനിമ പോലീസിനെ അപമാനിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് നേതാവ് തീൻമാർ മല്ലണ്ണ പരാതി നൽകി. മനു ഭരത് തന്നെ നൽകും നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ. മനു, പ്രധാനമായും അല്ലു അർജുന് കുരുക്കു മുറുകിക്കൊണ്ട് ഇന്നലെ പോലീസ് റിപ്പോർട്ട് വന്നിരുന്നു. പോലീസ് റിപ്പോർട്ടിൽ പ്രധാനമായും ഒന്നിതാണ്, ഈ സിനിമ ഇത്തരത്തിലൊരു യുവതി സിനിമ തിക്കിലും തിരക്കിലും വിട്ട് മരിച്ചു എന്ന് അറിഞ്ഞിട്ട് പോലും അല്ലു അർജുൻ ആ തിയേറ്റർ വിട്ട് പുറത്തിറങ്ങാൻ തയ്യാറായില്ല, സിനിമ കാണുന്നത് തുടർന്നു എന്നുള്ളൊരു പ്രധാന ഗുരുതര ആരോപണം പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്ന് പോലീസ് അല്ലു അർജുനിൽ നിന്ന് മൊഴിയെടുക്കുന്നത്. അപ്പോൾ പ്രധാനമായും എന്തൊക്കെയായിരിക്കും ചോദിച്ചറിയുക, എന്തായിരിക്കും നടക്കാൻ പോകുന്നത്, നീക്കങ്ങൾ എങ്ങനെയാണ്? പോലീസ് റിപ്പോർട്ട് ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇത് നിയമപരമായി ഇതിന് എന്തൊക്കെ കുറ്റകൃത്യങ്ങളുടെ വകുപ്പിൽപ്പെടും എന്നതാണ് സുപ്രധാനം. ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് എന്തെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൽ തുടർ നടപടികൾക്ക് സാധ്യതയുള്ളൂ. ഏതായാലും ഈ വിഷയത്തിൽ ഈ ഒരു യുവതി മരിക്കുകയും അവിടെ ഒരു കുട്ടി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ അവരുടെ ഭർത്താവ് തന്നെ അല്ലു അർജുനന് അനുകൂലമായി രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലം ആണ് ഉണ്ടായിട്ടുള്ളത്. 35-കാരിയായ രേവതിയും അതുപോലെ 8 വയസ്സുള്ള രേവതി മരിക്കുകയും 8 വയസ്സുള്ള ശ്രീതേജിന് പരിക്കേൽക്കുകയും ചെയ്ത സംഭവമാണ് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസം പുഷ്പ 2-ന്റെ നിർമ്മാതാക്കൾ ഈ കുടുംബത്തെ കാണുകയും അവർക്ക് 50 ലക്ഷം രൂപ ധനസഹായം നൽകുകയും ഒക്കെ ചെയ്തു. അവരത് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായി ഇനി കേസ് തുടർ നടപടികളുമായി കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ സഹകരണം ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. അതേസമയം കോൺഗ്രസ് അനുകൂല നീക്കം ശക്തമായി തന്നെ അല്ലു അർജുനെതിരെ തുടരുന്നു. അത് വ്യക്തിവൈരാഗ്യം കൊണ്ടാണ് എന്ന് പറഞ്ഞുറപ്പിക്കാൻ സ്വാഭാവികമായി അല്ലു അർജുന് കഴിയും. ജോയിന്റ് ആക്ഷൻ കൗൺസിൽ ഓഫ് ഉസ്മാനിയ സ്റ്റുഡൻസ് കഴിഞ്ഞ ദിവസം അല്ലു അർജുൻ്റെ വീട്ടിലേക്ക് അതിക്രമങ്ങൾ നടത്തുകയും തക്കാളി എറിയുകയും ചെടിച്ചട്ടി തകർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട്. അവർ ഈ രേവന്ത് റെഡ്ഡിയുടെ സ്ഥലമായ കൊടരങ്കൽ പ്രദേശത്ത് നിന്ന് വന്നവരാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ആക്രമണം അദ്ദേഹത്തിന് നേരെ നടക്കുന്നു. ഇന്ന് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നൊരു വിവരം, അല്ലു അർജുൻ്റെ സിനിമയ്ക്കെതിരെ വീണ്ടും ഒരു കോൺഗ്രസ് നേതാവ് പരാതി നൽകിയിരിക്കുകയാണ്. തീൻമാർ മല്ലണ്ണ പറയുന്നത്. തീൻമാർ മല്ലണ്ണയുടെ ഒരു ആരോപണം, ഈ സിനിമയിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് മോശമായി അല്ലെങ്കിൽ അവരെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിൽ നടൻ പെരുമാറുന്നു. സ്വിമ്മിംഗ് പൂളിൽ ഉള്ള ഒരു രംഗത്തെ അനുബന്ധിച്ചാണ് ഈ പരാമർശം വന്നിരിക്കുന്നത്. അതിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഇരിക്കുകയും ആ ഒരു രംഗം വളരെ മോശമായാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ചിത്രീകരിക്കുന്നത് എന്ന് ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായും കോടതിയുടെ പരിഗണനയിൽ വരുന്നതാണ്. ഏതായാലും അല്ലു അർജുന് നേരിട്ട് ഈ വിഷയത്തിൽ ബന്ധമില്ല. പക്ഷേ സ്വാഭാവികമായി അല്ലു അർജുൻ്റെ പെരുമാറ്റം അത്തരത്തിൽ ഒരു അപകടം ഉണ്ടാക്കുന്നതിന് എത്രമാത്രം പങ്കുവഹിച്ചു അല്ലെങ്കിൽ അത് എത്രമാത്രം അതിനുതകി എന്ന കാര്യമാണ് പോലീസ് വിശദമായി പരിശോധിക്കുക. അല്ലു അർജുനന് ഇന്ന് 11 മണിക്കാണ് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യാനും മറ്റു കാര്യങ്ങളും പോലീസ് നടത്തും. ഈ കേസിൽ നേരത്തെ തന്നെ അല്ലു അർജുനന് ജാമ്യം ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ട്. തുടർ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്ന് പോലീസ് അല്ലു അർജുനിൽ നിന്ന് ചോദിച്ചറിയും. മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. നന്ദി.